വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ചാന്ദ് ഓർ കവി, പത്തർ കി ബെഞ്ച്, ഇത് രണ്ടും നമുക്ക് പഠിക്കാനുള്ള കവിതകളാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ഈ രണ്ട് പാഠങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഈ കവിതയുടെ ആശയം എഴുതുക എന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ നമുക്കത് പഠിക്കാം. ആദ്യം നമുക്ക് ചാന്ദ് ഓർ കവി എന്ന കവിതയിലെ ആശയം പഠിക്കാം. ചാന്ദ് ഓർ കവി എഴുതിയത് രാംധാരി സിംഗ് ദിൻകർ ആണ്. നിമ്നലിഖിത കവിതാംശ പഠേ ഓർ പ്രശ്നോं के उत्तर लिखे. അതായത് താഴെ തന്നിരിക്കുന്ന കവിതാംശ്, ഈ ഒരു കവിതയുടെ ഭാഗം വായിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം കവിതയുടെ ആശയം എഴുതുക എന്നത് മാത്രമാണ്. നോക്കാം. രാതയോ കഹനെ ലഗാ മുझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है. उलझने अपनी बनाकर आप ही फंसता है और फिर बेचैन हो जगता ना सोता. जानता है तू कि मैं कितना पुराना हूँ, मैं चुका हूँ देख मनु को जन्मते मरते, और लाखों बार मुझसे पागलों को भी चांदनी पर बैठ स्वप्नों पर सही करते. അപ്പൊ ഇത് നമ്മുടെ ചാന്ദ് ഓർ കവി എന്ന കവിതയിലെ വരികളാണല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ചന്ദ്രനും അതുപോലെ തന്നെ കവിയും തമ്മിൽ തർക്കം നടക്കുകയാണ് അല്ലെ. അപ്പം ചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ്, കവിയെക്കാളും വലുത് ഞാനാണ്, ഞാൻ എന്താണ് ആദിമ മനുഷ്യനായ മനുവിനെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചന്ദ്രന്റെ രീതിയിൽ മനുഷ്യൻ എന്നുള്ളത് എന്താണ്, എല്ലാ പ്രശ്നങ്ങളുടെയും ഊരാക്കുടുക്കുകളിൽ പെട്ട് അതിൽ നിന്ന് മോചനം നേടാനാവാതെ വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വേവലാതിപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ് എന്ത്, മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ കവി അതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കവിതാംശത്തിന്റെ ആശയം പഠിക്കാം. प्रस्तुत कविता की ആസ്വാദൻ ടിപ്പണി ലിഖേ. പ്രസ്തുത കവിതാംശ पर ആസ്വാദൻ ടിപ്പണി ലിഖേ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. പ്രസ്തുത കവിതാംശ ചാന്ദ് ഓർ കവി കവിതാ സെ അവതരിത് ഹെ. ഈ തന്നിരിക്കുന്ന കവിതയുടെ ഭാഗം ചാന്ദ് ഓർ കവി എന്ന കവിതയിലേതാണ്. इसके कवि है സുപ്രസിദ്ധ ദേശഭക്ത കവി രാംധാരി സിംഗ് ദിൻകർ. അപ്പോ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് ആരാണ്, രാംധാരി സിംഗ് ദിൻകർ ആണ്. चांद और कवि ദിൻകർ ജി കാ പ്രഗതിശീൽ കവിത ഹെ. അപ്പൊ ചാന്ദ് ഓർ കവി എന്നുള്ളത് രാംധാരി സിംഗ് ദിൻകർ ജിയുടെ ഒരു പ്രോഗ്രസീവ് റൈറ്റിംഗ് ആണ്, പ്രഗതിശീൽ കവിതയാണ്. കവി സേ ചാന്ദ് കഹത്താ ഹെ. കവിയോട് ചന്ദ്രൻ പറയുകയാണ് എന്ത്, മനുഷ്യ വിചിത്ര ജീവ് ഹെ. മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിതമാണ്. യേ ഇസ്ലിയേ ഹെ. അത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്, कि आदमी जानबूझकर उलझने उत्पन्न करता है. മനുഷ്യൻ എന്താണ്, അറിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഉസീമേ ഫസ് रहता है, അതിൽ പോയി പെടുകയും फिर बेचैन होकर उसको नींद तक दुस्सह होता है. പിന്നീട് അതിൽ കിടന്ന് വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയാണെന്നാണ് പറയുന്നത്. ചാന്ദ് സൃഷ്ടി കെ പുരാനേ പദാർത്ഥ ഹോനെ പർ അഹം കർത്താ ഹെ. ചന്ദ്രൻ ഇവിടെ അവകാശപ്പെടുന്നത് ചന്ദ്രനാണ് സൃഷ്ടിയുടെ ഏറ്റവും പുരാതനമായ, ദൈവത്തിന്റെ ഏറ്റവും പുരാതനമായ സൃഷ്ടി എന്നാണ്. നോക്കൂ. ചാന്ദ് കർത്താ ഹെ കി ഉസ്നെ ആദി മാനവ് മനു കെ ജന്മ ഓർ മരൺ ദേഖാ ഹെ. അപ്പോൾ ഇവിടെ ചന്ദ്രൻ പറയാണ് എന്ത്, വളരെ അഹംഭാവത്തോടു കൂടി പറയാണ്, ഞാൻ വളരെ പണ്ട് മുതലേ ഉള്ളതാണ്, അതുപോലെ തന്നെ എന്താണ്, ഞാൻ ആദിമ മനുഷ്യനായ മനുവിന്റെ ജനനവും മരണവും കണ്ടയാളാണ്. चांदनी में पागल की तरह बैठ स्वप्नों को यथार्थ में परिवर्तन करने का परिश्रम करने वाले कवि को चांद तुच्छ मानता है. അതായത് മനുഷ്യൻ എപ്പോഴും ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യൻ ഓരോരോ പരിശ്രമം ചെയ്തിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഒക്കെ ആര് കളിയാക്കുകയാണ്, ചന്ദ്രൻ ഇവിടെ കളിയാക്കുകയാണ്. ഹമാരെ സമാജ് മേ കൈ പ്രകാർ കി രൂഢിയാം ഹെ. നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള രൂഢികളുണ്ട് അല്ലെ, പറച്ചിലുകളുണ്ട്, രീതികളുണ്ട്, ആചാരങ്ങളുണ്ട്. വേ സദാ പരിവർത്തൻ കെ വിരുദ്ധ ഘടിരത്തി ഹെ. അതിൽ കുറച്ചൊക്കെ എങ്ങനെയാണ്, നമ്മളെ മാറ്റങ്ങളെ അംഗീകരിക്കാതെ ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന രീതിക്ക് പോകുന്നവയാണ്. നമ്മുടെ ഒരുപാട് വിശ്വാസങ്ങൾ അങ്ങനെയാണ് അല്ലെ. കവിതാംശമേ ചാന്ദ് രൂഢി കാ പ്രതിനിധി ഹെ. ഇവിടെ കവിതയില് ചന്ദ്രൻ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതികളുടെയും ആചാരങ്ങളുടെയും ഒക്കെ പ്രതിനിധിയാണ്. പരിവർത്തൻ ഏക് ക്ഷൺമേ നഹി ഹോത. മാറ്റം എന്നുള്ളത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, നമുക്കറിയാം അല്ലെ.
उसके पीछे दशकों की कल्पनाएं और स्वप्न समाहित है. അതിന്റെ പിറകില് ഒരുപാട് വർഷത്തെ എന്തുണ്ട്? പരിശ്രമങ്ങളുണ്ട്. परिवर्तन के लिए कल्पना करने वालों और स्वप्न देखने वालों का प्रतिनिधि है कवि. അങ്ങനെ ഇത്തരത്തിൽ സമൂഹത്തിന് മാറ്റമുണ്ടാകുന്ന രീതിയിൽ, ലോകത്തിന് മാറ്റമുണ്ടാകുന്ന രീതിയിൽ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കവി. ഇതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുപാട് ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും ചിന്താരീതികളുടെയും ഒക്കെ ഒരു കോട്ടയാണ് ആര്? ചന്ദ്രൻ. കവിതാംശ് की ഭാഷ सरल है. ഈ കവിതയുടെ ഭാഷ വളരെ സിമ്പിൾ ആണ്, സരളമാണെന്നാണ് പറയുന്നത്. പങ്ക്തിയാം പ്രതീകാത്മക है. ഈ വരികളൊക്കെ എങ്ങനെയാണ്? പ്രതീകാത്മകാണ്. और ബിംബ പ്രധാൻ है. അതുമാത്രമല്ല, എന്താണ് ബിംബ പ്രധാൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഓരോന്നും ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്നതുമാണ്. കവിതാംശ് का भाव हमें लाने में कवി സഫൽ हो गए हैं. ഈ കവിത വായിക്കുമ്പോൾ തന്നെ രണ്ടുപേർ തമ്മിൽ തർക്കം നടക്കുകയാണ്. ഒരാള് പരിശ്രമിയായ മനുഷ്യനും മറ്റൊരാൾ ആരാണ്? ഈ പരിശ്രമത്തിന്റെ ബേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കുറച്ച് മിത്തുകളുമാണ് അല്ലേ? കവിനെ യഹാ മാനവ की क्रियात्मक प्रतिभा शक्ति को महत्व दिया है. ഈ കവിതയിൽ എന്താണ്? കവി മനുഷ്യന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ പരിശ്രമങ്ങളെയുമാണ് ഇവിടെ ശരിക്കും എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ചാന്ദ് ഓർ കവി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് അല്ലെ? ഇപ്പൊ നമ്മുടെ മൊത്തത്തിൽ ആ ഒരു കവിതയെ ഒന്ന് ചുരുക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കണം. നോക്കാം ഇനി നമുക്ക് അടുത്ത ഒരു പാഠം എന്തായിരുന്നു? പത്തർ കി ബെഞ്ച് ആയിരുന്നു. ഓക്കെ, ചന്ദ്രകാന്ത് ദേവതാലയാണ് പത്തർ കി ബെഞ്ച് എന്ന കവിത എഴുതിയിരിക്കുന്നത്. ആശയ ലിഖേ എന്ന ചോദ്യം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ വരികളാണ് നമുക്ക് ആശയം എഴുതാനുള്ളത്. പത്ഥർ की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है, जिस पर एक धक्का युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें टाप एक रिटायर्ड बूढ़ा भर दो भरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रहे हैं. അപ്പൊ നമുക്ക് ഈ കവിതാംശവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഈ കവിതാംശ് കിസ് കവിതാ കാ ഹേ? പത്ഥർ കി ബെഞ്ച്. നമുക്ക് അറിയാമല്ലേ? നോക്കൂ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. പത്ഥർ കി ബെഞ്ച് പർ കോൻ കോൻ ബൈഠേ ഹേ? ആരൊക്കെയാണ് പത്ഥർ കി ബെഞ്ചിൽ ഇരുന്നത്? പത്ഥർ കി ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കല്ലിന്റെ ഒരു ബെഞ്ച് അല്ലേ? അപ്പൊ അവിടെ ആരൊക്കെയായിരുന്നു ഇരുന്നത്? ബച്ച, കുട്ടി ഇരുന്നിരുന്നു. യുവക്, ബൂഢാ ആദ്മി, പ്രേമി പ്രേമിക ആദി ബൈഠേ ഹേ അല്ലേ? നോക്കൂ, അടുത്ത ചോദ്യം. കവിതാംശ് കാ ആശയ ലിഖേ. നമ്മൾ രണ്ട് കവിത പഠിച്ചു. ഈ രണ്ട് കവിതയുടെയും ആശയം എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 6 മാർക്കാണ്. 6 മാർക്കിന്റെ ചോദ്യമാണ് എന്ത്? ഒരു കവിതയുടെ ആശയം എഴുതുക എന്ന ടോണിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഈ കവിതാംശ് ഗദ്യ കവിത പത്ഥർ കി ബെഞ്ച് സേ പ്രസ്തുത് ഹേ. അതായത് പത്ഥർ കി ബെഞ്ച് എന്നുള്ളത് ഒരു ഗദ്യ കവിതയാണ്. എങ്ങനെയാണ്? കഥ പറയുന്നത് പോലെ ഒരു കവിതയാണ് എന്ത്? പത്ഥർ കി ബെഞ്ച് എന്നുള്ളത്. അപ്പോ ആ പത്ഥർ കി ബെഞ്ച് എന്ന കവിതയിൽ നിന്ന് എടുത്ത വരികളാണ് ഇത് എന്ന് നമ്മൾ ആദ്യം എഴുതി കൊടുക്കുന്നു. പത്ഥർ കി ബെഞ്ച് സമകാലീൻ കവിത ഹെ. ഇതൊരു സമകാലീൻ കവിതയാണ്. ഓക്കെ, ഇസ് കവിത കെ കവി ഹെ സുപ്രസിദ്ധ സമകാലീൻ കവി ചന്ദ്രകാന്ത് ദേവതാലെ. ഇതിലെ കവി ആരാണ്? പത്ഥർ കി ബെഞ്ച് എന്ന കവിത എഴുതിയത് ചന്ദ്രകാന്ത് ദേവതാലെ ആണ്. കവി ദേഖ്തേ ഹേ കി, കവി കാണുകയാണ്. എന്തൊക്കെയോ കവി അവിടെ കാണുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പാർക്ക് മേ പുരാനി ഏക് പത്ഥർ കി ബെഞ്ച് ഹെ. പാർക്കില് പഴയ ഒരു പത്ഥർ കി ബെഞ്ച് ഉണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചുണ്ട്. കവി ഉസ് ബെഞ്ച് കെ 4 ദൃശ്യ ഹമാരെ സാമനെ പ്രസ്തുത് കർത്തേ ഹേ. ആ ബെഞ്ചിൽ നടന്ന 4 കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഈ കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏക് ദൃശ്യമേ ഏക് റോനെ വാല ബച്ച പത്ഥർ കി ബെഞ്ച് പർ ബൈഠ് കർ റോത്താ ഹെ. അതായത് ആദ്യം തന്നെ ഒരു കുഞ്ഞ് ആ പത്ഥർ കി ബെഞ്ചിലിരുന്ന് കരയുകയായിരുന്നു അല്ലേ? ലേക്കിൻ വ ബിസ്കുട്ട് കുതർത്തേ ഹുയേ ചുപ് ഹോ ജാത്താ ഹെ. പിന്നീട് എന്താണ്? ബിസ്ക്കറ്റും കുറച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ദൂസരേ ദൃശ്യമേ ഏക് ധക്കാ ഹുവാ യുവക് അപ്നെ കുചലേ ഹുയേ സപ്നോं को सहलाकर बेंच पर बैठा है. മറ്റൊരു ദൃശ്യം എന്തായിരുന്നു? ആ ഒരു ബെഞ്ചിലിരുന്ന് ഒരു യുവാവ്
തന്റെ നഷ്ടപ്പെട്ടു പോയ, തന്റെ പൊളിഞ്ഞു പോയ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് വളരെ വിഷമിതനായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, तीसरे दृश्य में एक रिटायर्ड बूढ़ा भरी दो भरी में हाथों से आंखें टाप कर सो रहा है. ഇനി മൂന്നാമതായിട്ട് അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ അല്ലെ, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയല്ല അല്ലെ, കിടക്കുകയാണ്. അപ്പൊ കണ്ണിന് മുകളിൽ കൈ വെച്ച് ആ വെയിലിനെ കണ്ണിൽ നിന്നും തടഞ്ഞുകൊണ്ട് ഉറങ്ങുകയാണ്. അതും എപ്പോ? നട്ടുച്ചയ്ക്ക്. चौथा दृश्य एक प्रेमी प्रेमिका का है जो बेंच पर बैठकर जिंदगी के सपने बुन रहे हैं. അപ്പൊ ഇനി നാലാമത്തെ ദൃശ്യം എന്താണ്? ഒരു കമിതാക്കളുടേതാണ് അല്ലെ. അപ്പോ ഈ കമിതാക്കൾ എന്ത് ചെയ്യുകയാണ്? ജീവിതത്തെ, മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറയുകയാണ്. നോക്കൂ, കവിതാംശ പ്രതീകാത്മക ഹെ. ഈ കവിതാംശം എന്താണ്? പ്രതീകാത്മകമാണ്. പത്ഥർ കി ബെഞ്ച് സാർവജനിക് സ്ഥൽ കാ പ്രതീക് ഹെ. പത്ഥർ കി ബെഞ്ച് ഉണ്ടല്ലോ, ഈ കവിതയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പത്ഥർ കി ബെഞ്ച്, ആ ഒരു കല്ലിന്റെ ഒരു ബെഞ്ച് എന്ന് പറയുന്നത് സാർവജനിക് സ്ഥൽ കാ പ്രതീക് ഹെ. സാർവജനിക് സ്ഥലം എന്ന് എന്താ? പൊതുസ്ഥലം. പൊതുസ്ഥലത്തിന്റെ പ്രതീകമാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം, ഇന്ന ആൾക്ക് ഇരിക്കാവൂ എന്നില്ല അല്ലെ. ഉസ് പർ ബൈഠെ ചാർ പ്രകാർ കെ ലോഗ് സാധാരണ ആം ജനതാ കാ പ്രതീക് ഹെ. അതിൽ വന്നിരുന്ന ഈ 4 ആളുകളും എന്താണ്? സാധാരണ ആളുകളുടെ പ്രതിനിധികളാണ്. पत्थर के बेंच जैसे सार्वजनिक स्थलों के संरक्षण करने की आवश्यकता की सूचना കവിതാംശ में निहित है. ഇത്തരത്തില് നമ്മളൊരു പാർക്കിൽ പോയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സന്തോഷിച്ചിട്ടായിരിക്കും പോയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖമായിരിക്കും അല്ലെ. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഇത്തരം പൊതുസ്ഥലങ്ങൾക്ക് അറിയാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സാർവജനിക് ജഗഹുകളെ, സ്ഥലങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. क्योंकि ऐसे स्थल साधारण लोगों के अनियंत्रित संवेदनाओं से भरी हुई है. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് സാധാരണക്കാരായ ആളുകളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ വികാരങ്ങളും അറിയുന്ന സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ കടൽ തീരം അല്ലെ, നമ്മൾ ബീച്ചിൽ പോവാറുണ്ട്. നമുക്ക് സന്തോഷം വന്നാലും പോകും, എന്താണ്? സങ്കടം വന്നാലും നമ്മൾ ബീച്ചിൽ പോകും. അതൊരു പൊതുസ്ഥലമാണ്. അതുപോലെ പാർക്കിൽ പോവാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്? പൊതുസ്ഥലങ്ങളൊക്കെ മനുഷ്യന്റെ ഒരുപാട് വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സ്ഥലങ്ങളെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് ഈ കവിതയുടെ ആശയം. കവിതാംശ ഗദ്യ കവിതാ കി ശൈലി മേ ഹെ. ഈ ഒരു കവിത എങ്ങനെയാണ്? ഗദ്യ ശൈലിയിലാണ്. കഥ പറയുന്നത് പോലെയുള്ള ഒരു കവിതയാണ്. അതുകൊണ്ട് നമുക്ക് ഗദ്യ ശൈലി എന്ന് പറയാം. ഭാഷ സരൾ ഓർ പ്രവാഹമയ ഹെ. വളരെ സരളമായ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ കവിതയുടെ ആശയമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു പാഠത്തിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത്? സമാജ് നിർമ്മാൺ മേം സാർവജനിക് ജഗഹോം കാ യോഗദാൻ എന്ന പേരില് ഒരു ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം സാർവജനിക് ജഗഹോം കാ മഹത്വ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യകത, സംരക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന രീതിക്കൊക്കെ ചോദ്യങ്ങൾ മാറി മാറി വരാം. എങ്കിലും നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഈ ഒരു രീതിക്കാണ്. ഇവിടെ ഒരുപാട് ഹിൻസ് ഉണ്ട്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഹിൻസ്. സാമാജികത കാ സംഗം സ്ഥാൻ, दूसरों के सुख दुख पर हमदर्दी, गढ़ती सार्वजनिक जगहे, സ്വാർത്ഥ കി ജീത്, പ്രാസംഗികത. ഇത്രയും ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് സമാജ് നിർമ്മാണമേ സാർവജനിക് ജഗഹോം കാ യോഗദാൻ എന്ന ടോപ്പിക്കിൽ നമുക്കൊരു ചെറിയ പാരഗ്രാഫ് എഴുതണം. നമുക്കത് നോക്കാം. സാർവജനിക് ജഗ സാമാജികത കാ സംഗം സ്ഥാൻ ഹെ. ഇത്തരത്തിലുള്ള പൊതു സ്ഥലങ്ങൾ എന്താണ്? ആളുകളുടെ, എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഒരു സംഗമ സ്ഥാനമാണ്. പാർക്ക്, സമുദ്രതട്, പഹാഡ് ആദി ഇസ് പ്രകാർ കി ഹെ. പാർക്കുകളും സമുദ്രതീരങ്ങളും അതുപോലെ കുന്നുകളും മലകളും ഒക്കെ എന്താണ്? ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളാണ്. ഹമേ ഉസേ സംഭാൽനാ ചാഹിയെ. നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. സർക്കാർ की ओर से इन सार्वजनिक स्थानों को संभालने के लिए सदा ध्यान होना चाहिए. സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തുണ്ട്? ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളെ മലിനീകരണം ചെയ്യരുത്, മലിനപ്പെടുത്തരുത് എന്ന രീതിക്കും ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. यदि दूसरों के सुख दुख पर हमदर्दी है तो इनका संरक्षण जरूर होना है. മറ്റുള്ളവരുടെ
നമ്മൾ പങ്കുചേരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിലും നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും ഇത്തരം സ്ഥലങ്ങളെ സംരക്ഷിക്കാനായി ഇറങ്ങണം. സാർവജനിക് സ്ഥാനോ കാ ബിനാ ഹോത്തെ സമയ മനുഷ്യ കാ പരാജയ ഹോത്താ ഹെ. അതായത് ഇത്തരത്തിലുള്ള സാർവജനിക് ജഗങ്ങളൊക്കെ ഇല്ലാതെയായി കഴിഞ്ഞാൽ മനുഷ്യര് പരാജയപ്പെടും. സ്വാർത്ഥ കീ വിജയ് ഹോത്തി ഹെ. സ്വാർത്ഥത അവിടെ വിജയിക്കും. സാർവജനിക് ജഗഹോं का സംരക്ഷൺ करना आप अत्यंत प्रासंगिक है. ഇത്തരത്തിലുള്ള സാർവജനിക് ജഗകളുടെ സംരക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്നത് അത്യാവശ്യവുമാണ്. ये इसलिए कि सार्वजनिक जगह आज घटती जा रही है. ഇത്തരത്തിൽ എന്താണ്, സാർവജനിക് ജഗ ഇന്ന് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ സംരക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ 2 പാഠങ്ങളിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങൾ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.